ഇപ്പോൾ ഏകദേശം 3-4 ദിവസമായി ട്രാൻസ്ഫർ മാർക്കറ്റ് ഒരു കാര്യം പുറത്തേക്ക് വിട്ടിട്ടുണ്ട്. ഏഞ്ചൽ ഡി മരിയ ഇന്റർ മിയാമിയിലേക്ക് മെസ്സിയുടെ കൂട്ടാളിയായി പോകുന്നു എന്നുള്ളൊരു കാര്യം. എന്നാൽ ഇന്റർ മിയാമിയിലേക്ക് ഏഞ്ചൽ ഡി മരിയ എത്തുമോ? ഇതാണ് നമ്മൾ ഈ വീഡിയോയിൽ നിന്ന് ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാൻ മുമ്പേ നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം 98% പേരും ചാനൽ ഇവരുടെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരും നമ്മുടെ ചാനലിലൊന്ന് പരമാവധി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലൂടെ തന്നെ കിടക്കാം. മെസ്സി ഇപ്പോൾ നിലവിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്റർ മിയാമിയിലാണ്. എന്നാൽ ഇന്റർ മിയാമിയിലേക്ക് മെസ്സിയുടെ ഒപ്പം സുവാരസിനുമൊപ്പം പന്ത് തട്ടാനായി ഏഞ്ചൽ ഡി മരിയയും എത്തുന്നു എന്നുള്ളൊരു വാർത്ത ഇപ്പോൾ 3-4 ദിവസങ്ങളെ ആയിട്ടുള്ളൂ ട്രാൻസ്ഫർ മാർക്കറ്റ് പങ്കുവച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഏഞ്ചൽ ഡി മരിയ ഇന്റർ മിയാമിയിലേക്ക് മെസ്സിയോടൊപ്പം എത്തുമോ? ആ കോംബോ നമുക്ക് വീണ്ടും കാണാൻ സാധിക്കുമോ? അർജന്റീനിയൻ ടീമിൽ നമ്മൾ കണ്ടതാണ് മെസ്സിയുടെയും ഡി മരിയയുടെയും കോംബോ. അത് ഫിഫ വേൾഡ് കപ്പ് അടിച്ചപ്പോൾ ആ കോംബോയിലൂടെയാണ് അർജന്റീന വിജയിച്ചു കയറിയതും. എന്നാൽ ആ കോംബോ നമുക്കിനി വീണ്ടും കാണാൻ സാധിക്കുമോ? എന്നാൽ കാണാൻ സാധിക്കും. 90% ഏഞ്ചൽ ഡി മരിയ ഇന്റർ മിയാമിയിലേക്ക് എത്താൻ സാധ്യതയുണ്ടെന്നാണ് ഇപ്പോൾ അറിയാനായിട്ട് സാധിക്കുന്നത്. ഏകദേശം ഡീൽ പൂർത്തിയാവാറായെന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. എന്നാലും ഇന്റർ മിയാമിയിലേക്ക് ഏഞ്ചൽ ഡി മരിയയും കൂടി എത്തുമ്പോൾ സുവാരസ്, ഡി മരിയ, ലയണൽ മെസ്സി കോംബോ നമുക്ക് കാണാനായിട്ട് സാധിക്കും എന്നുള്ളൊരു പ്രത്യേകതയും ഇന്റർ മിയാമിയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും.